നീ എന്താ ഈ മുറിയിൽ തന്നെ ഇരിക്കുന്നത്? അത് ഞാൻ പ്രഭാവതിയും പോലീസിനെയും ഭയന്ന് ഇനി ഇതിനകത്ത് ഒളിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനിയും ഞാൻ നിനക്കുള്ള ഭക്ഷണം ഇവിടെ കൊണ്ടുവന്ന് തരുമോ? അങ്ങനെയല്ല. അത് ഞാൻ എനിക്കെന്താ പറയണ്ടെന്ന് അറിയില്ല. അതേ അവസ്ഥയിൽ ഇപ്പൊ ഞാനാ. ആരോട് എന്ത് പറയണമെന്ന് ഒരു രൂപവുമില്ല. ചന്ദ്രോത്ത നന്ദൻ താലി കെട്ടി ഇവിടേക്ക് കൊണ്ടുവന്ന പെണ്ണ് നീയാ. നിന്റെ വീടായത്. കഴിഞ്ഞതെല്ലാം ഒരു സ്വപ്നമായി കണ്ട് മറക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പഴയതൊക്കെ മനസ്സിലിട്ട് പുതിയ ജീവിതം നഷ്ടപ്പെടുത്തണ്ട. ഇവിടെ എല്ലാവർക്കും ഒപ്പം നീയും വേണം. ഭക്ഷണം ഉണ്ടാക്കാനും വിളമ്പാനും കഴിക്കാനും നീയും വേണം. താഴേക്ക് വാ. ദേവികയ്ക്ക് സാരിയെ ചേർച്ച. ഈശ്വര, ആന്റിക്ക് എന്ത് മാറ്റോ! വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ജീവിക്കാൻ ഇത് മാത്രം മതി എനിക്ക്. ഈശ്വരന്മാരെ, ഇന്ന് ഏറെക്കാലത്തിന് ശേഷം സന്തോഷമായിട്ടൊന്ന് കണ്ണടയ്ക്കാൻ പോകുന്നത്. ഉറക്കമില്ലാത്ത രാത്രികളൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. ദേവിക്ക് വേണ്ടിയിട്ടുള്ള നേർച്ചകളൊക്കെ ഒന്നൊന്നായിട്ട് നടത്താനുണ്ട്. ഒരു കടവും ബാക്കിയിട്ടേക്കില്ല. അമ്മേ, അമ്മ കരയാതെ. സന്തോഷം നിയന്ത്രിക്കാൻ പറ്റണില്ല. നമ്മുടെ കഷ്ടകാലമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അന്തസ്സോടെ തലയുയർത്തി നിൽക്കാം. ചോദ്യം ചോദിക്കാനോ തറപ്പിച്ചു നോക്കാനോ കുത്തി പറയാനോ ആരും ഉണ്ടാവില്ല. മാധവേട്ടൻ എത്രയും പെട്ടെന്ന് ഇങ്ങനെ വന്നിരുന്നെങ്കിൽ. ഈ സന്തോഷ വാർത്ത ആദ്യം അറിയേണ്ടത് മാധവേട്ടനാ. അച്ഛൻ പത്രങ്ങളിലൂടെയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അമ്മേ. അതൊക്കെ അറിഞ്ഞോട്ടെ. നീയേ ആ സെക്രട്ടറിയുടെ നമ്പറിലേക്ക് ഒന്ന് വിളിക്കേ. അച്ഛനോട് നേരിട്ട് പറയാം. ഹലോ അങ്കിളെ, ഞാൻ മാധവന്റെ മോളാ ശാരിക. അച്ഛനൊന്ന് ഫോൺ കൊടുക്കാവോ? ശരി. ഇനിതാ മാധവേട്ട, നമ്മുടെ മോള്. അറിഞ്ഞോ? എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. മാധവേട്ടനും കൂടെ ഇവിടെ വേണമായിരുന്നു. മാധവേട്ടന്റെ പ്രാർത്ഥനയാ നമ്മുടെ മോളെ. അതെ മാധവേട്ട, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഇനി ഏതൊക്കെ ക്ഷേത്രത്തിൽ പോവാനുണ്ട്? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.